നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? എല്ലാം അസാധ്യമാണെന്ന് തോന്നും, അത് സാധ്യമാകുന്നതുവരെ. അതെ, ന്യൂയോർക്ക് മുതൽ ന്യൂഡൽഹി വരെ ഇപ്പോൾ ഈ പേര് ഒരു സെൻസേഷനാണ്. ജോറാൻ മംദാനി. പരമ്പരാഗതമായ അമേരിക്കൻ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന നിലപാടുകൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം. മംദാനി പെന്റഹൗസിൽ നിന്ന് സ്വപ്നം കണ്ടവനല്ല. 80 ലക്ഷം പേരെ വീട്ടുപടിക്കൽ അദ്ദേഹം നേരിട്ട് എത്തിക്കണ്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു. വാടക, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ ചെലവ്, തൊഴിലാളി അവകാശങ്ങൾ തുടങ്ങി ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അദ്ദേഹം അഡ്രസ് ചെയ്തു. നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? എല്ലാം അസാധ്യമാണെന്ന് തോന്നും, അത് സാധ്യമാകുന്നതുവരെ. ന്യൂയോർക്ക് സിറ്റി അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള നഗരം. അവിടെ മേയർ സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ഒരു ഇന്ത്യൻ വംശം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഉഗാണ്ടയിൽ ജനിച്ച ഒരു ഇന്ത്യൻ വംശജനായ മുസ്ലിം പശ്ചാത്തലമുള്ള ഒരാൾ അമേരിക്കയുടെ രാഷ്ട്രീയ ഹൃദയഭാഗത്ത് ശക്തരായ എതിരാളികളെ തോൽപ്പിച്ച് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഇത് ഒരു ചെറിയ കാര്യമല്ല. അതെ, ന്യൂയോർക്ക് മുതൽ ന്യൂഡൽഹി വരെ ഇപ്പോൾ ഈ പേര് ഒരു സെൻസേഷനാണ്. ജോറാൻ മംദാനി. സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. മീര നായർ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സലാം ബോംബെ, മൺസൂൺ വെഡ്ഡിംഗ്, നെയിംസേക്ക് തുടങ്ങിയ ഐതിഹാസിക സിനിമകൾ സംവിധാനം ചെയ്ത പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ഫിലിം മേക്കറാണ് ഈ മലയാളിയായ വനിത. ജോർദാൻ മംദാനി അവരുടെ മകനാണ്. അതെ, ഒരു ഫിലിം മേക്കറുടെ മകൻ ഇപ്പോൾ ന്യൂയോർക്കിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്റേതായ വഴി തുറക്കുന്നു. ആൻഡ്രൂ ക്യൂമോ എന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വലിയ ഹെവി വെയ്റ്റിനെ വലിയ പണവും മീഡിയ പിന്തുണയും ഉണ്ടായിട്ടും മംദാനി തോൽപ്പിച്ചു. $30 മില്യൺ എതിർ പ്രചാരണം. ന്യൂയോർക്ക് ടൈംസ് മുതൽ സ്റ്റീവൻ കോൾബൽ വരെയുള്ളവർ എതിർവശത്ത്. പക്ഷേ ജോറാൻ ജനങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ ഹൃദയത്തെ കൈപ്പിടിയിലാക്കി. മംദാനിയെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പരമ്പരാഗതമായ അമേരിക്കൻ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന നിലപാടുകൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം. ഗാസയിൽ നടക്കുന്നത് ജനസംഹാരമാണെന്ന് ജോറാൻ തുറന്നു പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ചു. അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അമേരിക്കയിൽ ഇസ്രയേൽ ലോബി എല്ലാ രാഷ്ട്രീയക്കാരെയും കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇത് പറയുന്നത് പൊളിറ്റിക്കൽ സൂയിസൈഡാണ് എന്നൊരു തോന്നലുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് നമുക്കും തോന്നിയേക്കാം. പക്ഷേ ജോറാൻ ഒട്ടും കുലുക്കമില്ലാതെ തന്നെ സത്യസന്ധമായി നിലപാട് പറയും. ഡൊണാൾഡ് ട്രംപിനെ ഏകാധിപതി എന്ന് വിളിച്ച മംദാനിക്ക് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ലവ് ലെറ്ററുകൾ കിട്ടി. ട്രംപ് പറഞ്ഞത് ഇവൻ 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് എന്നാണ്. ന്യൂയോർക്കിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മംദാനി ശ്രദ്ധയിൽ കൊണ്ടുവന്നു. വാടക നിയന്ത്രണം, സർക്കാർ നടത്തുന്ന ഗ്രോസറി ഷോപ്പുകൾ, പൊതുഗതാഗതം സൗജന്യമാക്കൽ, ഇതൊക്കെ മംദാനിയുടെ പ്രചാരണ വാഗ്ദാനങ്ങളാണ്. ഇതൊക്കെ റാഡിക്കൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് എന്ന് വിമർശകർ പറയുന്നു. മംദാനിയുടെ മുസ്ലിം ഐഡന്റിറ്റിയും അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലും അമേരിക്കയിലെ എസ്റ്റാബ്ലിഷ്മെന്റുകളെ ചൊടിപ്പിക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ വോട്ടർമാർ പറയുന്നു ന്യൂയോർക്കിൽ ശരിയത്ത് നിയമം വരും, സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ബുർഗ വരെ ഇടേണ്ടി വരും. ഇയാൾ നമ്മുടെ പാർട്ടിയെ റാഡിക്കൽ എന്ന് മുദ്ര കുത്തപ്പെടുമെന്ന പേടി ഡെമോക്രാറ്റുകൾക്കുമുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം പറയുന്നു ഇയാളെ ഞങ്ങൾക്ക് വേണ്ട. കാരണം മംദാനി മോദിജിയെ വിമർശിച്ചു, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിച്ചു, മോദിയെ ഒരിക്കലും കാണില്ല എന്ന് പോലും പറഞ്ഞു. ഇത്രയും എതിർപ്പുകൾ, പണം, മീഡിയ, ലോബികൾ എല്ലാം മംദാനിക്കെതിരെ. പക്ഷേ ഇയാൾ എങ്ങനെ പ്രൈമറി വോട്ടെടുപ്പിൽ വിജയിച്ചു? മംദാനി പെന്റഹൗസിൽ നിന്ന് സ്വപ്നം കണ്ടവനല്ല. 80 ലക്ഷം പേരെ വീട്ടുപടിക്കൽ അദ്ദേഹം നേരിട്ട് എത്തിക്കണ്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു. വാടക, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ ചെലവ്, തൊഴിലാളി അവകാശങ്ങൾ തുടങ്ങി ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ അദ്ദേഹം അഡ്രസ് ചെയ്തു. ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമാണ്. പക്ഷേ ഇവിടെ താമസിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ് അതിന് വില? ഈ ചോദ്യം ജനങ്ങളുടെ ഹൃദയത്തിൽ തട്ടി. മംദാനിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഒരു ഹോളിവുഡ് സിനിമ പോലെയാണ്. അമ്മ മീര നായറിന്റെ ഫിലിം മേക്കിംഗ് ടച്ച് അവന്റെ റീലുകളിൽ കാണാം. പ്രചാരണത്തിനായി $8 മില്യൺ സമാഹരിച്ചു. വലിയ ഫണ്ടിംഗ് ഇല്ലാതെ വോളണ്ടിയർമാരുടെ പിന്തുണയോടെ ഓർഗനൈസ്ഡ് മണിയെ ഓർഗനൈസ്ഡ് പീപ്പിൾ എന്ന ആശയം ഉപയോഗിച്ച് മറികടന്നു. ഇന്ത്യയിൽ മംദാനിയെ പോലുള്ള ഒരു പ്രോഗ്രസീവ് ശബ്ദം എവിടെയാണ്? പക്ഷേ മംദാനി ഒരു പ്രചോദനമാണ്. വലിയ പണമോ വിദ്വേഷ രാഷ്ട്രീയമോ പോപ്പുലറിസമോ ഇല്ലാതെ ജനങ്ങളെ മനസ്സിലാക്കി ശക്തമായ വിഷനും ആശയവിനിമയവും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് മാറ്റം കൊണ്ടുവരാമെന്ന് അദ്ദേഹം തെളിയിച്ചു. നവംബറിൽ മംദാനി ജയിച്ചാലും തോറ്റാലും ഈ യാത്ര ഒരു ബ്ലൂ പ്രിന്റാണ്. ലോകമെമ്പാടുമുള്ള യുവ രാഷ്ട്രീയക്കാർക്ക് നിന്റെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ, നിന്റെ വിഷൻ ശക്തമാണെങ്കിൽ, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ ആരും നിന്നെ തടയില്ല. മറ്റൊരു വീഡിയോവും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും എന്തു തന്നെയായാലും നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്.